ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, വീട്ടിൻ്റെ അടുത്ത് തന്നെ നല്ല മനോഹരമായിട്ടൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളെക്കാത്ത് കുറച്ച് ടീംസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെയും കൂട്ടി ഞങ്ങൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ആയിട്ട് വള്ളത്തിനടുത്തേക്ക് പോയി. തലേന്ന് നല്ല മഴ ആയതുകൊണ്ട് വള്ളത്തിനകത്തെല്ലാം നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ആ വെള്ളം എല്ലാം കോരി കളയലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം അതിനകത്ത് സീറ്റ് ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ കസിൻസിനെല്ലാം കൂട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, പരവൂർ കായലിലൂടെ കണ്ടൽക്കാട് കാണാനാണ് ഈ പോകുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വള്ളയാത്രയ്ക്ക് കയ്യിലൊരു കുട കരുതിയിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. സൺഡേ ആയതിനാൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കയാക്കിംഗ് ടീംസായിട്ട് കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടൽക്കാടിലേക്ക് എത്താറായി. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു മനോഹരമായ യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ പുനഃ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതിനകത്ത്. പിന്നെ വള്ളികളെല്ലാം ഇങ്ങനെ തൂങ്ങി താഴേക്ക് കിടക്കുന്നത് കാരണം എല്ലാം മാറ്റിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന ഒരു ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടൻ നമുക്ക് ടാറ്റയ്ക്ക് തന്നു പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു നല്ല ഫോട്ടോസ് പോലും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഇതെല്ലാം അവൻ്റെ ചിരിയുണ്ട്. ആ പെമ്പിള്ളേരെ കണ്ടിട്ട് ചിരിയാണ്. പക്ഷേ ആ പെമ്പിള്ളേർ നാട്ടുകാരല്ല കേട്ടോ. പിന്നെ കയാക്കിങ്ങിനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഇവരൊന്നും നമ്മൾ നാട്ടുകാരെല്ലാം തോന്നുന്നുണ്ട്. കാരണം ഇവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തുഴഞ്ഞു വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നെങ്കിലും കഷ്ടപ്പെട്ടാണ് തുഴയുന്നത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഒരു ഓസ്ട്രേലിയൻ കപ്പിൾസിനെ കണ്ടത്. അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ ഞാൻ അത്യാവശ്യം നല്ലൊരു ഫോട്ടോ സ്പോട്ട് കണ്ടെത്തി. അങ്ങോട്ട് പോകാൻ ഇച്ചിരി ചെളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നേരത്തെ വിഷമം ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. നല്ല ഫോട്ടോസ് വീഡിയോസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിന് നല്ലൊരു സ്പോട്ടായിരുന്നു ഇത്. ഇനി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തിരിച്ച് വള്ളത്തിൽ കയറ്റാനായിട്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു 6:15 അവിടുന്ന് തിരിച്ചു. നമ്മൾ മണവാളനാണ് കേട്ടോ. മണവാളം കൊച്ചിൻ്റെ നാട് കാണിക്കാൻ വേണ്ടിയാണ് ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. വരുന്ന വഴിക്കും ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പരവൂർ കായലിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.